ഫുട്ബോളിൻ്റെ കാലമാണല്ലോ. എല്ലാവരും അവരുടെ ടീമിന് വേണ്ടിയിട്ട് ഫാൻസായിട്ട് അവതരിക്കുകയും അവരുടെ ശുശ്രൂഷ മത്സരരംഗത്തേക്ക് കൊണ്ടുവരികയൊക്കെ ചെയ്യാറുണ്ട്. ഞാനൊരു പഴയ ഫുട്ബോൾ ചരിത്രം പറയുന്നു. 10 കൊല്ലം മുമ്പ് 2016 അന്ന് ഫുട്ബോളിൽ ഒളിമ്പിക്സിൻ്റെ കപ്പാണ് നടന്നുകൊണ്ടിരുന്നത്. ഒളിമ്പിക്സ് മെഡലിന് വേണ്ടിയിട്ടുള്ള ലോകകപ്പ് നടന്നപ്പോൾ സമ്മാനിതരായത് ബ്രസീൽ ടീമാണ്. ബ്രസീൽ ടീമിൻ്റെ ക്യാപ്റ്റനായിട്ട് അന്നുണ്ടായിരുന്ന ഇപ്പോഴത്തെ നെയ്മർ തന്നെയാണ്. ഫുട്ബോളിനെ പറ്റി പറയാനല്ല ഞാനിതെല്ലാം പറഞ്ഞു വരുന്നത്. നെയ്മർ ഒരു ബാൻഡ് അല്ലെങ്കിൽ ഒരു ടവൽ തലയിൽ വട്ടം കെട്ടിയിരുന്നു. അതിൽ അദ്ദേഹം എഴുതിയിരുന്നു 100% ജീസസ്, 100% ഈശോയുടേതാണ്. ഈ വിജയവും ഞാനും എൻ്റെ കളിയും എല്ലാം. ഒരു കളിക്കാരൻ അവനെ തന്നെ ദൈവത്തിൻ്റെ സ്വന്തമാണെന്ന് പറഞ്ഞ് പ്രതിഷ്ഠിച്ച് ലോകത്തോട് വലിയൊരു സുവിശേഷ പ്രഘോഷണം നടത്തി അയാളുടെ ആ ഒരൊറ്റ ആക്ഷനിലൂടെ. സിസ്റ്റർ ഹേസലറ്റ് ഈ സന്യാസ ജീവിതത്തിലൂടെ നമ്മളോട് എല്ലാവരോടും ഇന്ന് പറഞ്ഞിട്ട് പോകുന്നത് ഞാനും 100% ഈശോയുടേതായിരുന്നു. സ്വയം വിശുദ്ധീകരിച്ചുകൊണ്ടും മറ്റുള്ളവരെ വിശുദ്ധിയിലേക്ക് ആനയിച്ചുകൊണ്ടും ജീവിത വിശുദ്ധിയുടെ ആ പ്രാധാന്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ടുമൊക്കെ ഈ സിസ്റ്റർ നമ്മുടെ എല്ലാം കൂടെ എത്രയും നാൾ നടന്നു. 56 വയസ്സ്. 2 മാസം മുമ്പ് റിട്ടയർ ചെയ്ത് സന്യാസത്തിൻ്റെ കൂടുതൽ ഉത്തരവാദിത്തങ്ങളിലേക്ക് വരാനായിട്ട് ശ്രമിച്ച ഒരു കാലഘട്ടത്തിൽ അപകടത്തിൻ്റെ രൂപത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് സിസ്റ്ററിനെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത്. നമുക്കൊത്തിരി എക്സ്പ്ലനേഷൻസ് അതിനെപ്പറ്റിയൊക്കെ പറയാൻ കാണും. അതെല്ലാം അവിടെ നിന്നോട്ടെ. ആ എക്സ്പ്ലനേഷൻ ഓരോരുത്തർ അവരുടെ സ്വകാര്യ എക്സ്പ്ലനേഷനായിട്ട് മാത്രം കൂട്ടി വെച്ചാൽ മതി. ആളുകളെ വിശുദ്ധീകരിക്കുക എന്നുള്ള ആ ഒരു വലിയ ദൗത്യം സന്യാസത്തിൻ്റെയും പൗരോഹിത്യത്തിൻ്റെയും ഒക്കെ ഒരു അടിസ്ഥാന ദൗത്യമാണെന്ന് ഈ സിസ്റ്റർ നമ്മൾ എല്ലാ കാലത്തും ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം ഈശോയുടെ പുരോഹിത പ്രാർത്ഥനയാണ് 17-ാം അധ്യായം. അവിടെ പ്രാർത്ഥിച്ച് വരുമ്പോൾ ഈശോ പറയുന്നൊരു കൊച്ചു കാര്യമുണ്ട്. ഇവർ സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. വലിയൊരു സംഭവമാണ്. ഇവിടെ ഇരിക്കുന്ന അച്ഛന്മാരും സന്യാസികളെല്ലാം സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. കുടുംബജീവിതക്കാർ അതിലേറെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. നമ്മളതിനെപ്പറ്റി അവെയർ അല്ലെന്ന് മാത്രമേ ഉള്ളൂ. വിശുദ്ധിയിൽ നിർത്തുക എന്നുള്ള ഒരു ദൗത്യം എൻ്റെയും നിങ്ങളുടെയും വിളിയുടെ അടിസ്ഥാന ഭാവമാണ്. തെസ്സലോനിക്കയിൽ എഴുതുമ്പോൾ പൗലോസ് പുസ്തകം പറഞ്ഞിട്ടുണ്ടല്ലോ, അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഇന്ന് അശുദ്ധിയുടെ കൂട്ടുകൂടുന്ന ആളുകളാണ് നമ്മളിൽ വലിയൊരു ശതമാനം. അത് യൗവനക്കാരുണ്ട്, ചെറുപ്പക്കാരുണ്ട്, നമ്മളും ഉണ്ട്, നിങ്ങളും ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ വിശുദ്ധി ജീവിതത്തിൻ്റെ കൊണ്ട് എൻ്റെ ജീവിതത്തെ ഒന്ന് അടയാളപ്പെടുത്തി സമൂഹത്തിന് മുമ്പിൽ ഒരു വിശുദ്ധിയുടെ പരിമളം പരത്തിക്കൊണ്ട് പോകാനായിട്ടാണ് ഈ സിസ്റ്റർ നമ്മുടെ നാളുകൾ ഇത്രയും നാളും പരിശ്രമിച്ചതും വിജയിച്ചത്. ഒത്തിരി യുവജനങ്ങൾ അപ്പുറമൊക്കെ നിൽപ്പുണ്ട്. ഈ അമ്മ അവരെ സ്വാധീനിച്ച ഒരു അടിസ്ഥാന ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു വിശുദ്ധ ജീവിതത്തെപ്പറ്റി ഈ അമ്മ അവരെ ഓർമ്മപ്പെടുത്തി. നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കണം. തിയറിയും ക്ലാസ്സും അഭ്യാസങ്ങളും ഒന്നുമല്ല പറഞ്ഞു കൊടുത്തത്. ഒരമ്മയുടെ ഭാവത്ത് നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരു മാതൃത്വത്തോടുകൂടി കുട്ടികളെ ചേർത്ത് പിടിച്ച് 4 വർഷം യൗവനക്കാരുടെ കൂടെ നടന്നിട്ട് കളങ്കരഹിതമായ വിശുദ്ധ ജീവിതത്തിൻ്റെ അടയാളപ്പെടുത്തലാണ് അതെന്ന് അവരെ ബോധ്യപ്പെടുത്തി, സമൂഹത്തെയും ബോധ്യപ്പെടുത്തി, തൻ്റെ സന്യാസ സമൂഹത്തെയും ബോധ്യപ്പെടുത്താൻ ഈ പ്രിയപ്പെട്ട സിസ്റ്റർ ഹേസലറ്റിന് സാധിച്ചെന്ന് പറയുന്നതിൽ ഏറെ അഭിമാനവും സന്തോഷമുണ്ട്. അപ്പോൾ വിശുദ്ധ ജീവിതത്തിൻ്റെ ആധികാരികത എന്ന് പറയുന്നത് ഡ്യൂപ്ലിസിറ്റി ഇല്ലാതിരിക്കുക എന്നുള്ളതാണ്. അറിയാമല്ലോ, വാക്കിൽ ഒന്ന് പ്രവൃത്തിയിൽ വേറൊന്ന്. അതാണ് നമുക്കെല്ലാം പിഴവ് പറ്റുന്നത്. ഡ്യൂപ്ലിക്കേറ്റായി പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിന് മാർജിനൊന്നുമില്ല, വിലയുമില്ല, മാർക്കറ്റുമില്ല. വിശുദ്ധ ജീവിതത്തിൻ്റെ മാർക്കറ്റിൽ വളരെ വിലയോടുകൂടി ഈ ജീവിതകാലം മുഴുവൻ തന്നെ ജീവിച്ചു കൂട്ടി, ഈ ചാനലുകാരൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ തിരുവസ്ത്രവും ധരിച്ച് തിരുസ്വരൂപമായിട്ട് അതിൻ്റെ ഉള്ളിൽ കഴിഞ്ഞ് വിശുദ്ധിയുടെ പരിമളം ഈ അമ്മ വരുത്തിക്കൊണ്ട് കടന്നു പോയിരിക്കുകയാണ്. നമ്മുടെ എല്ലാം ജീവിതയാത്രയിൽ നമുക്ക് ഓർമ്മിക്കാവുന്ന ഒരു കൊച്ച് പഴയ നിയമം പറയുകയാണ്. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം നമ്മൾ വായിക്കുന്ന ദൈവം തമ്പുരാനും അബ്രാഹവുമായിട്ടൊരു ഡയലോഗുണ്ട്. വിശുദ്ധിയെപ്പറ്റിയുള്ള ചർച്ച, അതുകൊണ്ട് ഞാൻ ഇവിടെ കോട്ട് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു. സോദോം നശിപ്പിക്കാനാണ് ദൈവം തീരുമാനിച്ചിരിക്കുക. അവിടെ അശുദ്ധി പെരുകി, ജനം സർവ്വപ്രമാണങ്ങൾ ലംഘിച്ചുകൊണ്ട് ജീവിക്കുകയാണ്. അബ്രാഹം ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവൻ, തിരഞ്ഞെടുക്കപ്പെട്ടവൻ, വിശ്വാസത്തിൽ നമ്മുടെ പിതാവ്, ലോകത്തിൻ്റെ പിതാവ്, ഇന്നും എന്നും പിതാവ്. അപ്പോൾ അബ്രാഹാം പിതാവ് ദൈവത്തോട് ചോദിക്കുകയാണ്, ഒരു 50 നീതിമാന്മാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ നാടൊന്ന് നശിപ്പിക്കാതിരിക്കാവോ? അബ്രാഹത്തിന് അറിയാം അത്രയും കാണാൻ സാധ്യത കുറവാണ്. വീണ്ടും അബ്രാഹം തിരുത്തി പറയുക, പിതാവായ ദൈവമേ ഒരു 45. വീണ്ടും അബ്രാഹത്തിന് സങ്കടം, അതുപോലും ഇല്ലെന്ന് അദ്ദേഹത്തിന് ബോധ്യമുണ്ട്. 35. അവസാനം 10-ലെത്തി. നമുക്കെല്ലാവർക്കും കഥ അറിയാം. 10 നീതിമാന്മാരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നശിപ്പിക്കുകയില്ല എന്ന് ദൈവം അബ്രാഹത്തിന് വാക്ക് കൊടുക്കുകയാണ്. പക്ഷെ അബ്രാഹത്തിനൊന്നും പറയാനുണ്ടായില്ല. ആ നാട് നശിച്ചു. കാരണം അശുദ്ധിയിൽ അത് കൂപ്പുകുത്തി തകർന്ന് തരിപ്പണമായി പോയതാണ്. ഈ നാടും നഗരവും ഒക്കെ നമ്മളെ പിടിച്ചു നിൽക്കുമ്പോൾ
നമുക്കൊക്കെ അഭിമാനിക്കാവുന്ന ഒരു കാര്യം, നമ്മുടെ വീട്ടിൽ കുറേ നല്ല അമ്മച്ചിമാരുണ്ട്, വിശുദ്ധിയോട് ജീവിക്കുന്നവർ. ഈ സന്യാസ ഭവനങ്ങളിൽ 100% കറിയേറ്റ സന്യാസം ജീവിക്കുന്ന സന്യാസിനിമാരുണ്ട്. അത് സഭയുടെ അഭിമാനമാണ്. വിശുദ്ധിയോടെ ബലിയർപ്പിച്ച് തൻ്റെ ജനത്തിന് വേണ്ടി അർപ്പണം ചെയ്യുന്ന പുരോഹിത ശ്രേഷ്ഠന്മാരുടെ ഇരിപ്പുണ്ട്. ഇവരൊക്കെയാണ് ഈ നാട് പിടിച്ചു നിർത്തുന്നത്. നമുക്ക് പൊളിറ്റിക്കൽ പവറൊന്നുമില്ല, വാഗ്വാചാതുര്യങ്ങളൊന്നുമില്ല. പൗലോസ് പറഞ്ഞ മാതിരി എനിക്ക് വാഗ്വിലാസമൊന്നും പറയാൻ അറിവില്ല. യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം ഞാൻ കൃത്യമായിട്ട് പറയും. അത് ബാഹ്യമായ പ്രൗഢിയുടെ മോടിയുടെ ഒന്നും ബലത്തിലല്ല. ദൈവം എന്നെ ഏൽപ്പിച്ചിട്ട് ജോലി ഞാൻ പൂർത്തിയാക്കുകയാണ്. ഈ വിശുദ്ധ ജീവിതത്തിൻ്റെ അടയാളപ്പെടുത്തലിന് നമുക്കൊരു മുന്നേ പോയ ഒരു കൊച്ചു സഹോദരിയെ പറ്റി പറയാൻ വേണ്ടി ഈ ആമുഖഭാഗം ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. വിശുദ്ധിയിലേക്കുള്ളൊരു മടക്ക യാത്രയ്ക്ക് നമ്മളെയൊക്കെ ഈ കൊച്ചു സിസ്റ്റർ ഇന്ന് വിളിക്കുന്നുണ്ട്, ആഹ്വാനം ചെയ്യുന്നുണ്ട്, നിർദ്ദേശിക്കുന്നുണ്ട്. ചെവി കൊടുക്കാം, പ്രാർത്ഥിക്കാം. യൗവനക്കാരികളൊക്കെ സിസ്റ്റർ നല്ലവളായിരുന്നു മാത്രം പറഞ്ഞാൽ പോരല്ലോ, ഞാൻ നല്ലവനാകണം, ഞാൻ നല്ലവളാകണം. അതാണ് നമ്മുടെ തീരുമാനം. ആ തീരുമാനത്തിൽ നിങ്ങളെ ബലപ്പെടുത്താനായിട്ട് ഈ അമ്മയുടെ ഏർപാട് നിങ്ങൾക്കൊരു നിമിത്തമാകട്ടെ, ഉത്തേജനം തരട്ടെ, സന്യാസിന്മാർക്കൊരു പ്രചോദനമാകട്ടെ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കെല്ലാം അറിയാവുന്ന പോലെ ചിരിക്കാത്തൊരു മുഖത്തോടുകൂടി സിസ്റ്ററിനെ ആരും കണ്ടിട്ടുണ്ടാവില്ല. ഞാനും കണ്ടിട്ടില്ല. കോളേജിലെ കാലം മുതൽ അറിയാവുന്ന ഒരാൾ. ഊന്നുകിൽ ചെന്നപ്പോൾ ഞാൻ മാനേജർ, സിസ്റ്റർ അവിടെ ടീച്ചർ. വർഷങ്ങളായിട്ടുള്ള പരിചയത്തിലും ബന്ധത്തിലുമൊക്കെ ഞാനിവിടെ നിൽക്കുന്നത്. ആ കാലങ്ങളിലെല്ലാം എവിടെയൊക്കെ എന്തൊക്കെയോ സിസ്റ്ററിന് ചെയ്യാനുണ്ടായിരുന്നു അതെല്ലാം നന്നായിട്ട് ചെയ്ത് ഒരു ചെറു പുഞ്ചിരിയോടുകൂടെ വരുമ്പോഴേ തന്നെ നമ്മൾ ഹൃദ്യമായിട്ട് സ്വീകരിക്കും. നമ്മളൊക്കെ ഗൗരവക്കാരായിപ്പം അറിയാമല്ലോ. നമ്മുടെ യൗവനക്കാരുടെയൊക്കെ മുഖം തെളിഞ്ഞ കാണണമെങ്കിൽ വലിയ മല്ല. പള്ളിയിലൊക്കെ ഓരോരുത്തർ ഓരോ കാര്യത്തിൽ വരുമ്പോൾ ഞാൻ തന്നെ ചിലരുടെ സ്നേഹത്തോട് ചോദിച്ചാൽ നീ എന്തിനാ ഇത്രയും ഗൗരവത്തിൽ നിൽക്കുന്നേ? എന്തോ അവരൊരു ഗൗരവത്തിൽ അവരെ തന്നെ അങ്ങ് അടിച്ച് പ്രതിഷ്ഠിച്ചിരിക്കുക. എനിക്ക് ഒറ്റപ്പെടലിൻ്റെ ഒരു ഗൗരവമെന്ന് എൻ്റെ വിചാരം. അവരൊക്കെ പലരും ഒറ്റപ്പെട്ടായിരിക്കണം. ഈ കമ്പ്യൂട്ടറും തോണ്ടി മൊബൈലും തോണ്ടി മുറിയിലടച്ച് കമ്മ്യൂണിക്കേഷനൊന്നും കുറഞ്ഞു പോകുന്നൊരു തലമുറയിൽ നമ്മളൊക്കെ ജീവിക്കുക. അപ്പോൾ അവിടെയൊക്കെ ഈ സിസ്റ്റർമാരെ പറ്റിയുള്ള ഈ സിസ്റ്ററിനെ പോലെയുള്ള നല്ല കരുത്തുള്ള സാന്നിധ്യങ്ങൾ ദൈവത്തിൻ്റെ ചൈതന്യത്തോടുകൂടി ചിരിച്ച് അവരെയൊക്കെ ഒന്ന് അഭിസംബോധന ചെയ്ത് അവർക്ക് വേണ്ടിയിട്ട് ജീവിച്ചും അവരുടെ കൂടെ നടന്നുമൊക്കെ അവരെ ബലപ്പെടുത്തിയ ഒരമ്മ. അപ്പോൾ സാന്നിധ്യത്തിൻ്റെ സന്തോഷം വലിയൊരു പ്രശ്നമാണ് ഇന്നത്തെ. നമ്മൾ ഇവിടെ ഇരിക്കുന്ന അപ്പച്ചന്മാരും അമ്മച്ചമാരും ചിന്തിച്ചോ, എൻ്റെ കൂടെ ചിന്തിച്ചോ, ഭർത്താവ് കയറി വരുമ്പോൾ ആർ യു ഹാപ്പി? ഭാര്യ എവിടെയെങ്കിലും പോയിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ ഭർത്താവ് ചോദിക്കണം ആം ഐ ഹാപ്പി വിത്ത് മൈ വൈഫ്? അല്ലെങ്കിൽ നമുക്ക് എവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. പുറത്ത് പോയിട്ട് വരുന്ന സന്യാസിനെ സന്തോഷത്തോടെ സ്വീകരിക്കുന്ന മദർ സുപ്പീരിയർ ആണോ? ദെൻ ദ സിസ്റ്റർ ഈസ് ഓക്കെ, മദർ ഈസ് ഓൾസോ ഓക്കെ. നമ്മൾ മറ്റിടത്തുകൂടെ ഹാപ്പിനെസ് കൊടുക്കാനാണ് നമ്മളോട് ദൈവം ആക്കിയിരിക്കുന്നത്. വഴക്കടിക്കാനും ചണ്ട കൂടാനും തല്ലിപ്പിരിയാനും ബഹളം ഉണ്ടാക്കാനും ഡിവോഴ്സിന് കേസ് പറയാനൊന്നുമല്ല. ദൗത്യം എന്താണ്? എൻ്റെ നാമത്തിൽ ഒന്നിച്ച് ജീവിക്കുക. സമൂഹമായിട്ട് സന്യാസിൽ ജീവിക്കുന്നു, കുടുംബമായിട്ട് നമ്മൾ സമൂഹത്തിൽ ജീവിക്കുന്നു. അതിനെല്ലാം നേതൃത്വം കൊണ്ട് പുരോഹിത ശ്രേഷ്ഠന്മാർ ദേവാലയങ്ങളിൽ വിശുദ്ധിയോടെ വിലയർപ്പിച്ച് ഇവർക്കെല്ലാം നേതൃത്വം കൊടുത്തുകൊണ്ട് അവിടെ ജീവിക്കുന്നു. വലിയൊരു കൂട്ടായ്മ. ഈ സഭയുടെ വലിയ കൂട്ടായ്മയിൽ ഈ സിസ്റ്ററിനെ കണക്കുള്ള സാന്നിധ്യങ്ങൾ നമുക്ക് വെല്ലുവിളി തന്നെയാണ്. ആ വെല്ലുവിളി നമ്മൾ ഏറ്റെടുക്കണമെന്നാണ് എല്ലാവരും സ്നേഹപൂർവ്വം പാർപ്പിക്കാനുള്ളത്. നമ്മുടെ സാന്നിധ്യം മറ്റുള്ളവർക്കൊരു സന്തോഷമാകട്ടെ. അപ്പോൾ കുറവുകൾക്ക് നമ്മൾ പരിഹാരം കാണണം, പരിമിതികൾക്ക് നമ്മൾ മാപ്പ് കൊടുക്കണം, തെറ്റുകൾക്കും കുറ്റങ്ങൾക്കും നമ്മൾ ക്ഷമ ചോദിക്കണം. അതൊക്കെ നമ്മുടെ പണിയപ്പെട്ട അതിൻ്റെ ഭാഗമായിട്ട് അങ്ങ് പോണ കാര്യമാണ്. നമ്മളൊരു ഹാപ്പി പ്രസൻസ് ആണെന്ന് നമ്മളെ തന്നെ പറ്റി നമുക്ക് ബോധ്യപ്പെടണമെങ്കിൽ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ കുറഞ്ഞിരിക്കണം. കുറവും കൂടുതലായി കഴിഞ്ഞാൽ പിന്നെ വിലക്ക് നമ്മൾ ഇഷ്ടക്കേട് വരും. അപ്പോൾ കുടുംബജീവിതമായാലും സന്യാസമായാലും എൻ്റെ സാന്നിധ്യം മറ്റുള്ളവരെ ഒന്ന് ഇൻസ്പയർ ചെയ്യണം. രണ്ടാമത്തെ കാര്യം, കൂടുതൽ കൂട്ടി വായിക്കാനുള്ളത് സമാധാനം കൊടുത്ത ഒരു സിസ്റ്റർ. ഒത്തിരി യുവജനങ്ങൾ 100 പേര് സാക്ഷ്യപ്പെടുത്തിയിരുന്നു. ഞാൻ പല ആർട്ടിക്കിൾസ് അവരെ വായിച്ചു. നമ്മുടെ ഇവിടെ റീലുകളിൽ സിസ്റ്റർ വളരെ പബ്ലിക്കായി കഴിഞ്ഞു. കാരണം പെട്ടെന്നുള്ള മരണമായതുകൊണ്ട് ഒത്തിരി പേര് യുവജനങ്ങൾ അവരെ പറ്റി എഴുതുകയും പറയുകയും ഓർമ്മപ്പെടുത്തലും കുഞ്ഞു കുറിപ്പുകളൊക്കെ ആയിട്ട് ഇന്ന് വാട്സപ്പ് നിറഞ്ഞു കിടക്കുന്ന ഒരു സന്യാസിനിയാണ് ഈ പ്രിയപ്പെട്ട ഹേസലിറ്റ്. അപ്പോൾ സാന്നിധ്യത്തിൻ്റെ സന്തോഷത്തോടൊപ്പം തന്നെ നമ്മളെ പഠിപ്പിച്ചൊരു കൊച്ചു കാര്യമാണ് മറ്റുള്ളവർക്ക് ശാന്തി കൊടുക്കുക. 100 യുവജനങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് സ്വസ്ഥത കിട്ടിയിട്ടുണ്ട് അമ്മയായിട്ടുള്ള സംവാദത്തിലൂടെ, കൗൺസിലിങ്ങിലൂടെ. ഷി വാസ് എ ഗുഡ് കൗൺസിലർ. 100 കുട്ടികളെ ഒന്നുകിൽ ഈ അമ്മയെ സ്കൂളിൽ കാത്തിരിക്കുമായിരുന്നു. സിസ്റ്റർ ഒന്ന് കാണണം, സംസാരിക്കണം. എല്ലാവർക്കും കൂടെ പ്രശ്നമാണല്ലോ. പ്രശ്നങ്ങളുടെ മധ്യേ നിൽക്കുന്ന നമ്മളോട് പ്രശ്നം പറയാൻ വരുന്ന ഈ പാവപ്പെട്ട കുട്ടികളെ ചേർത്ത് പിടിച്ച് അവരോടൊപ്പം അവർക്കമ്മയായി അവരുടെ എല്ലാമായി സ്കൂളിൻ്റെ വരാന്തകളിലും ഇടമാഴികളിലും കൊച്ചുമുറികളിലൊക്കെ ഈ ഹേസലിറ്റ് പല സ്കൂളുകൾ പല മണിക്കൂർ ചെലവഴിച്ചിട്ടുണ്ട്. മറ്റുള്ളവരുടെ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യാനുള്ള നമ്മുടെ അഭിമുഖ്യം അത് നമുക്ക് ഉൾവലിയാം. നമ്മൾ പൊതുവെ എന്ത് ചെയ്യുന്നതന്നെ ഉൾവലിയുന്നു. എനിക്കെന്നാ പ്രശ്നം? എൻ്റെ പ്രശ്നമല്ലോ, ഞാൻ ഇടപെടേണ്ട കാര്യമുണ്ടല്ലോ. അങ്ങനെയല്ല, ഞാനങ്ങ് ഇടപെടുക. യൗവനത്തോട് ഇടപെട്ടു, കൗമാരത്തോട് ഇടപെട്ടു, ബാല്യത്തോട് ഇടപെട്ടു, കുടുംബത്തോടും ഇടപെട്ടു. അപ്പോൾ ഇടവഴിയിൽ ഈ ഒരു സാന്നിധ്യം വളരെ സമ്പന്നമായൊരു സാന്നിധ്യമായിട്ട് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നു.
അപ്പോൾ നമ്മളെല്ലാം ഇറങ്ങി പുറപ്പെടേണ്ട ആളുകളാണ്. സമാധാനം കൊടുക്കാൻ വേണ്ടി ഇറങ്ങി ഒരു ദൗത്യം നമ്മളെ ദൈവം തന്നിട്ടുണ്ട്. കൂടി ആയിരിക്കാനും അയക്കപ്പെടാനും ഈ സുവിശേഷം പ്രസംഗിക്കാനുമായിട്ട് വിളി എന്ന മർക്കോസിൻ്റെ സുവിശേഷം 3 മുതൽ 13 വാക്യം വരെ കർത്താവ് തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, സുവിശേഷം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പറയാൻ ഒത്തിരി വലിയ ദൗത്യങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം പറഞ്ഞു കൊടുത്ത് സ്വസ്ഥത കിട്ടാൻ വേണ്ട. ചിലപ്പോൾ ഇവിടെ 2 അമ്മമാരൊരു വീട്ടിൽ കയറി ചെന്നാൽ ആ വീട്ടിൽ സ്വസ്ഥതയായിരിക്കും. വീട് സന്ദർശനം എന്നൊക്കെ പറയുമ്പോൾ നമ്മളിന്നെല്ലാവരും പറയുന്നതിന് അമ്മമാരൻ ഉൾപ്പെടെ പറയുന്നതിനെ തിരക്കാ, സമയമില്ല, വയസ്സായി. 3ാമത്തെ പോയിൻ്റ്, എപ്പോഴത്തെ പോയിൻ്റ്, ഞങ്ങൾക്ക് വയസ്സായി. വയസ്സ് നിങ്ങളെ കൊണ്ടുപോകാതിരിക്കട്ടെ. നിങ്ങൾ വയസ്സോടുകൂടി ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാനീ പറയുന്നത്. വയസ്സിൻ്റെ വലിപ്പ ചെറുപ്പങ്ങളില്ലാതെ പറ്റുമെങ്കിൽ അവനോട് വാർഡുകളിലൊക്കെ ഒന്ന് പോകുന്ന സന്യാസത്തിൻ്റെ ഒരു ചൈതന്യം കൊടുക്കുന്ന, എനിക്ക് കേൾക്കുന്ന എല്ലാവർക്കും ഉൾപ്പെട്ട ഒരു സന്ദേശം. അത് നമ്മൾ ആ കാര്യത്തിൽ ഇച്ചിരി കൂടെയൊക്കെ ധൈര്യമുള്ളവരാകണം, തൻ്റെ ഇടമുള്ളവരാകണം, മനസ്സുള്ളവരാകണം. അതുപോലെ തന്നെ അപ്പച്ചന്മാരും അമ്മച്ചിമാരോട് സ്നേഹപൂർവ്വം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ നിങ്ങളുടെ പ്രശ്നം എവിടെയെങ്കിലുമൊക്കെ പറയുക. നിങ്ങൾ തന്നെ വെച്ചുകൊണ്ടിരുന്ന വെള്ളം ഉണ്ടാക്കി അവസാനം കലാപമായി കലഹമായി ഡിവോഴ്സ് നോട്ടീസായി. നമുക്ക് ഏതെങ്കിലും പള്ളിയിൽ വിചാരിച്ചില്ലാത്തതുണ്ടോ ഒരച്ഛനോട് പറയാം. അത്യാവശ്യം നമുക്ക് സന്യാസിനിമാരുള്ള ഇടമാണ്, കാലമാണ്, തലമാണ്. ഒരു കുടുംബ പ്രശ്നം പറയാനായിട്ട് കേൾക്കാനൊരു സിസ്റ്ററോ ഒരു മദറോ നമ്മുടെയൊക്കെ ഇടവയിൽ മിക്കവാറും വേണ്ട ഒരു 80% സ്ഥലത്ത് നമുക്കുണ്ട്. നമ്മൾ മൂടി വെച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പറയാണ്ട് നമ്മൾ കുടുംബത്തിൻ്റെ അഭിമാനം, പേര്, സൽപ്പേര്, കളം കൊണ്ടാകാൻ പാടില്ല, ഞങ്ങൾ വലിയ സംഭവമാണെന്ന് പറഞ്ഞ് നമ്മളിരിക്കുകയാണ്. സംഭവമായിട്ട് അല്ലതാനും അവസാനം കലാപമൊക്കെ ആയിട്ട് നമ്മൾ കാണുകയാണ്. സമാധാനത്തിൻ്റെ ദൂതന്മാരായിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സിസ്റ്ററിനെ പോലെ ഒത്തിരിയേറെ ഇറങ്ങിച്ചെന്ന് സമാധാനം കൊടുത്ത് സന്തോഷിപ്പിച്ചിട്ടുണ്ട്. അത് നമ്മൾ ഇന്ന് ഓർപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഷി വാസ് എ വുമൺ ഓഫ് പ്രെയർ. വലിയ പ്രാർത്ഥനക്കാരിയായിരുന്നു. കൊച്ചുകാലം മുതലേ പ്രാർത്ഥനയോട് ആഭിമുഖ്യമുള്ളൊരു സഹോദരിയായിരുന്നു. എപ്പോൾ കിട്ടിയാലും പ്രാർത്ഥിക്കാൻ ഇഷ്ടമാണ്. വായിച്ചേൽപ്പിച്ചപ്പോൾ പഴയ പ്രൊവിൻഷ്യകൾ വായിച്ചേൽപ്പിച്ചല്ലോ, എനിക്ക് പ്രാർത്ഥിച്ച് സന്തോഷിച്ച് ചിരിച്ചു മരിക്കണമെന്ന് ആഗ്രഹമായിട്ട് എഴുതി വച്ചിരിക്കുന്നു. നല്ല പ്രാർത്ഥനക്കാരിയായിട്ട് സന്തോഷമായിട്ട് ചിരിച്ചു മരിക്കണം. നമുക്കങ്ങ് ആഗ്രഹിച്ചേക്കാം. ഈ കുഞ്ഞ് എന്തെല്ലാം കാര്യങ്ങൾ എഴുതി വെച്ച് പോയേക്കണം ഞാൻ ഓർക്കുമായിരുന്നു. 56 വയസ്സുകൊണ്ട് 60 70 കാലം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് ഈ സമൂഹത്തെ പ്രബുദ്ധമാക്കിയിട്ട് കടന്നുപോയ ഒരു നല്ല സന്യാസിനെ പറ്റി ഓർമ്മിപ്പിക്കുമ്പോൾ അഭിമാനം നിങ്ങളുടെ എല്ലാം മനസ്സിലുണ്ട്. ഞങ്ങൾക്ക് അഭിമാനം പങ്കുചേരാനായിട്ട് സാധിക്കും. പ്രാർത്ഥന വഴി സമൂഹത്തെ ശക്തിപ്പെടുത്തുക നമ്മുടെയും പണിയാണ്, എല്ലാവരുടെയും പണിയാണ്. ഇന്ന് എന്നെ പറ്റിയിരിക്കുന്നത് നമുക്കെല്ലാവർക്കും ഉള്ള ഒരു 24 മണിക്കൂർ. ആ 24 മണിക്കൂറിൽ സീറോ മലബാർ ക്രിസ്ത്യാനി ഇന്ന് ദൈവത്തിന് കൊടുക്കുന്നത് ഞായറാഴ്ച 1 മണിക്കൂറും അനുദിന ഒരു കൊന്ത പ്രാർത്ഥനയ്ക്ക് അല്ലെങ്കിൽ കൊന്തയെല്ലാം 20 30 മാക്സിമം, ഇത്രയാണ് നമ്മുടെ സമയം. ഇത് നമ്മളിപ്പോൾ തട്ടിപ്പറിച്ചു മതി. എൻ്റെ കുടുംബ പ്രാർത്ഥന വിട്ടുപോയി. കഴിഞ്ഞ ദിവസം അമ്മച്ചി എൻ്റെ അടുത്ത് വന്നു ഒരു കാര്യം പറയാൻ വേണ്ടി. അപ്പോൾ സങ്കടം പറഞ്ഞ കൂട്ടത്തിൽ അമ്മച്ചി പറഞ്ഞു, അച്ഛാ ഞാൻ എല്ലാ ദിവസവും കൊന്തയില്ല. മരുമകളെ കൊന്തയ്ക്ക് വിളിച്ചാൽ മരുമകൾ ഷാജിച്ചിനോട് ഇരിക്കണമെന്ന് എനിക്കറിയാമ്പോൾ നമ്മളെ കോർപ്പറേറ്റിലെ ടീച്ചറാണ്. അമ്മ അങ്ങ് ചെല്ലിക്കും എന്നാണ് ടീച്ചർ മരുമകളുടെ റെസ്പോൺസ്. എങ്ങനെയുണ്ട് നമ്മുടെ കുടുംബം എവിടെ നിൽക്കുന്ന ആലോചിച്ച് നോക്കിയേ. വല്യമ്മയ്ക്ക് തീക്ഷ്ണത, എങ്ങനെയെങ്കിലും കൊന്ത മൊത്തം ചെല്ലണമെന്ന് ആഗ്രഹം. ചെറുപ്പക്കാരിയായ കൊച്ചുമകളുടെ ഉദ്യോഗസ്ഥയാണ്, ദൗത്യമെല്ലാം കഴിഞ്ഞ് വന്നിട്ട് അമ്മ അങ്ങ് ചെല്ലിക്കും. അമ്മയെ വഴക്കൊന്നുമില്ല. അമ്മയ്ക്ക് അത് അമ്മ പറഞ്ഞു, എനിക്ക് അവളോട് വഴക്കൊന്നുമില്ല, അവൾക്ക് എന്നോടും വഴക്കില്ല. അന്യ കാര്യങ്ങൾ നമ്മൾ ഇച്ചിരി നിസ്സംഗത, ആ നിസ്സംഗതയിൽ നിന്ന് ഒരു ഉത്തരം പറയാനായി ഹേസ്ലെറ്റ് നമ്മളോട് ചെറുതായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് ആ ഉത്തരം കൊടുക്കാനായിട്ട് ബാധ്യതയുണ്ട്. എൻ്റെ ദൈവത്തിൻ്റെ സ്പേസ് കട്ടെടുക്കരുത്. ഞാൻ ഈ അരമണിക്കൂർ അവൻ്റെ അവകാശമാണ്. 24 മണിക്കൂറിൽ അരമണിക്കൂർ എന്നോട് ചോദിക്കും ദൈവത്തോട്, ഇല്ലെന്ന് പറയാൻ എനിക്കോ നിങ്ങൾക്ക് അവകാശമുണ്ടോ? 24 അവൻ്റെ ആണല്ലോ. ഔദാര്യം കൊണ്ട് ഇവിടെ ഇരിക്കുന്നവരല്ല ഞാനും നിങ്ങളും. നാളെ നമ്മൾ ഈ പരിപാടി കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമെന്ന് പോലും നമുക്ക് ഉറപ്പില്ല. സിസ്റ്റർ ഇവിടുന്ന് ഇന്നലെ പോകുമ്പോൾ ലേബർ മൂവ്മെൻറ്റ് ക്ലാസ് എടുത്തിട്ട് തിരിച്ചു വരുമെന്ന് പറഞ്ഞല്ലേ പോണത്. പിന്നെ ഞാൻ പോയപ്പോൾ ആ പോക്ക് ആ സമയം അത് കോഴിപ്പള്ളി കവലെ തീർന്നു. നമുക്കറിയാം, ഇതാണ് നമ്മുടെ ഷോർട്ട് പീരീഡാണ്. നമുക്കാർക്കും വലിയ ദൈർഘ്യങ്ങളൊന്നും പറയാനുള്ള അവകാശപ്പെടാനില്ല. ഉള്ള സമയത്ത് എൻ്റെ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തി എൻ്റെ ജീവിതം കൊണ്ട് അവന് കൃപയും ഐശ്വര്യവും എൻ്റെ കുടുംബത്തിനും ഭക്തിയും മാതൃകയും മോഡലും ഒക്കെ കൊടുക്കാൻ ഈ സിസ്റ്റർ നമ്മൾ നൽകുന്ന ഒരു ചെറിയ പ്രയോജനമായിട്ട് ഞാൻ ഓർപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അക്കാഡമിക്കായിട്ട് പറയുമ്പോൾ ഷി വാസ് എൻ എക്സലൻറ്റ് ടീച്ചർ. നല്ലൊരു അധ്യാപികയായിരുന്നു. പഴയ പ്രൊവിൻഷ്യകൾ വായിച്ച് ഏൽപ്പിച്ചല്ലോ, ആത്മജ്വാല ഇവരുടെ ഒരു പ്രോഗ്രാം. ഷി വാസ് കൗൺസിലർ ഫോർ എ ടൈം. കൗൺസിലറായിരുന്ന കാലഘട്ടത്തിൽ ഈ ഇവരുടെ മുഴുവൻ പ്രൊവിൻസുകൾ ആലോചിച്ച് വയ്ക്കും മിടുക്കിയായിട്ടുള്ള ആ സെലക്ഷൻ കിട്ടുന്നത്. മുഴുവൻ പ്രൊവിൻസിലും എല്ലാ സിസ്റ്റേഴ്സിനും ഈ ഒരു എക്സസൈസ്, ഈ ഒരു പ്രോഗ്രാം ഈ സിസ്റ്ററിൻ്റെ നേതൃത്വത്തിൽ കൊടുത്തു. സഹായിക്കാൻ വേറെ സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു, തന്നെയല്ല. ആത്മജ്വാലയിലൂടെ ST സന്യാസ സമൂഹത്തെ തൻ്റെ 3 കൊല്ലത്തെ പീരീഡ് കൊണ്ട് ഒന്ന് ജ്വലിപ്പിച്ചു. പൗലോസ് തിമോത്തിയോട് പറയുന്നില്ലേ, എൻ്റെ കൈവപ്പൊഴി നിനക്ക് ഇട്ടിരിക്കുന്ന ആ ദൈവകൃപ ഉജ്ജ്വലിപ്പിക്കണം. അപ്പോൾ ഈ സമൂഹത്തെ മുഴുവൻ ഉജ്ജ്വലിപ്പിച്ചിട്ടാണ് ഈ കൊച്ചി കടന്നു പോകുന്നത്. അതും വലിയൊരു കാര്യമില്ല. നമ്മൾ ആലോചിച്ച് നോക്കിക്കേ. തൻ്റേതായ കഴിവും മികവും എല്ലാം ഈ സന്യാസ സമൂഹത്തിൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ ആവശ്യമാണെന്ന് സിസ്റ്റം ബോധ്യമുള്ളത് കൊണ്ട് പ്രൊവിൻഷ്യലോ അധികാരികളൊക്കെ പറഞ്ഞപ്പോൾ ജനറാളിൻ്റെ ഒക്കെ കയ്യൊപ്പോടുകൂടി അത് ഭംഗിയായിട്ട് ചെയ്തെന്ന് ഞാൻ മനസ്സിലാക്കിയാണ്.
ജീവിതം നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ഈ സാറുമാരെ പറ്റി ഒരു ഡെഫിനിഷനുണ്ട്. എഡ്വേർഡ് എ വേർഡ് എന്നും പറഞ്ഞൊരു ഇംഗ്ലീഷ് സാഹിത്യകാരനുണ്ട്. അയാൾ മൂന്ന് തരം താരന്മാരുണ്ടെന്ന് പറഞ്ഞേക്കണം. അവർ എന്നോട് ക്ഷമിക്കുക. ഒന്ന്, മീഡിയോക്കർ ടീച്ചർ ടെൽസ്. മീഡിയോക്കർ എന്ന് പറഞ്ഞാൽ സാധാരണക്കാരൻ, ഓർഡിനറി, വലിയ എക്സലൻസ് ഒന്നുമില്ല. മീഡിയോക്കർ ടീച്ചർ എന്തെങ്കിലുമൊക്കെ ഒത്തും പറഞ്ഞും പറക്കൊക്കെ ക്ലാസ്സിൽ നിന്ന് അങ്ങ് പോരും. ഒരു മണിക്കൂർ കോളേജിലാണെങ്കിൽ ഒരു അവർ, സ്കൂളിലാണെങ്കിൽ 45-50 പീരീഡ്. രണ്ടാമത്തെ കൂട്ടർ ടീച്ചർ എന്ന് പറയുന്നത് ഗുഡ് ടീച്ചറാണ്. ഹി എക്സ്പ്ലെയിൻസ് ഓർ ഷീ എക്സ്പ്ലെയിൻസ്. കുട്ടികൾക്ക് അല്പം കൂടി മനസ്സിലാകത്തക്ക രീതിയിലൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് സബ്ജക്റ്റ് പഠിപ്പിക്കും. മൂന്നാമത്തെ കൂട്ടറാണ് ഐഡിയൽ ഗ്രൂപ്പ്. അദ്ദേഹം വിളിക്കുന്നത് ഗ്രേറ്റ് ടീച്ചർ എന്നാണ്. ഗ്രേറ്റ് ടീച്ചർ ഇൻസ്പയർസ്. വലിയ മഹാനായ മഹത്വമുള്ള ആൺസാറാണെങ്കിലും പെൺസാറാണെങ്കിലും ആ ക്ലാസ്സിനെ മുഴുവൻ പ്രചോദിപ്പിക്കും. ഇത് ഹേസ്ലെറ്റിൽ ഞാൻ കൊടുക്കുവാണ്. തൻ്റെ ക്ലാസ്സിൽ ഓരോ ദിവസവും കുട്ടികളെ പ്രചോദിപ്പിച്ച ഒരു ടീച്ചറാണ്. ഒരു ഉപദേശത്തിലൂടെ, ഒരു മാർഗത്തിലൂടെ, ഒരു നിർദ്ദേശത്തിലൂടെ ടോപ്പിക്കിന് അപ്പുറം ഒന്ന് പറയാനുള്ളൊരു കഴിവ്, മികവ് ഈ സഹോദരി കാണിച്ചിട്ടുണ്ട്. അവിടെ സ്കൂളിലെ ടീച്ചേഴ്സും അഡ്മിനിസ്ട്രേറ്റേഴ്സൊക്കെ എന്നോട് പറഞ്ഞതുകൊണ്ട് കൂടിയാണ് ഞാൻ പറയുക. 3 കൊല്ലം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അവിടെ നമ്മുടെ ഊന്നുകല്ലിൽ ആ ബലത്തിൽ കൂടിയാണ് ഞാനിത് പറയുന്നത്. അപ്പം നല്ലൊരു ടീച്ചർ. നമ്മളെല്ലാം അധ്യാപകരല്ലേ. വീട്ടിൽ അപ്പൻ അധ്യാപകനാണ്, അമ്മ അധ്യാപികയാണ്. പഠിപ്പിക്കണം. നിങ്ങളുടെ പഠിപ്പീരെന്താ? ഇവിടെ ഇരിക്കുന്ന ഓരോ അപ്പനും അമ്മയും കേൾക്കണം. എൻ്റെ പഠിപ്പീര് എൻ്റെ ജീവിത മാതൃക. ഒന്നും പറയണ്ട. നിങ്ങൾ കമാന്നരക്ഷം പഠിപ്പിക്കുകയും വേണ്ട, ഒരു പുസ്തകം തുറക്കേണ്ട, വായിക്കുകയും വേണ്ട, ഒന്നും വേണ്ട. ഈ അമ്മ വീട്ടിലൂടെ അങ്ങ് നടക്കണതുണ്ടല്ലോ, അതൊരു വലിയ സംഭവമാണ്. സിസ്റ്റർ മഠത്തിലൂടെ വ്യാപരിക്കുന്നുണ്ടല്ലോ, അതും ഒരു സംഭവമാണ്. യുവാവും യുവതിയും വീട്ടിൽ പെരുമാറുന്നുണ്ടല്ലോ, അതും ഒരു സംഭവമാണ്. അവിടെ ക്വാളിറ്റി വേണം. ആരും കുറ്റം പറയാത്ത രീതിയിൽ അപ്പനോടും അമ്മയോടും ബഹുമാനമുള്ള യുവാവും യുവതിയും, പരസ്പരം സ്നേഹിക്കുന്ന അപ്പനും അമ്മയും, ഹസ്ബൻഡും വൈഫും, അതൊക്കെ നമ്മുടെ കൂട്ടായ്മയുടെ വലിയ 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 സാക്ഷ്യങ്ങൾ നിങ്ങൾക്ക് നൽകിത്തരുന്ന ഇടങ്ങളും തലങ്ങളുമാണെന്ന് ഓർപ്പിച്ചതേ ഉള്ളൂ. അപ്പം നമുക്ക് അധ്യാപകരാകാം. ഈ വലിയ സിസ്റ്ററിൻ്റെ, ഈ ചെറിയ സിസ്റ്ററിൻ്റെ മാതൃകയിൽ അത് നമുക്കൊരു ചലഞ്ചായിട്ട് സ്വീകരിക്കാം. അവസാനമായിട്ട് പറയുന്ന കാര്യം, ഈ ബഹുമാനപ്പെട്ട സിസ്റ്റർ ഹേസ്ലെറ്റ് പരിമളം പരത്തിയ ഒരാളാണ്. ജീവിതം കൊണ്ട് പരിമളം പരത്തുക എന്നുള്ളത് നമ്മുടെ എല്ലാ ഉത്തരവാദിത്വമാണെന്ന് യോഹന്നാൻ 12:1 മുതലുള്ള വാക്യങ്ങളിൽ കർത്താവ് വിശേഷം പറഞ്ഞു വെച്ചിട്ടുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷത്തിലൂടെ മറിയം സുഗന്ധ തൈലമുള്ള കുപ്പിയുമായിട്ട് വന്ന് യേശുവിൻ്റെ ചാരത്തിരുന്ന് പാദങ്ങളിൽ പൂശി തലമുടി കൊണ്ട് തുടച്ച് പരിസരം മുഴുവൻ സുഗന്ധപൂരിതമായി എന്ന വചനം പറയുക. അപ്പോൾ യൂദാസിൻ്റെ ചെറിയ ഇളക്കം. യൂദാസ് പറഞ്ഞു, ഇന്ന് 300 ദിനാർക്ക് വിൽക്കേണ്ടതില്ല, എന്നെ പൊക്കറിച്ചറായി കാണിക്കുന്നത്, പാവപ്പെട്ടവൻ്റെ കാശില്ല, ചുമ്മാ ഒഴിച്ചു കളയാനുള്ളതാണ്. യോഹന്നാൻ തന്നെ ഉത്തരം കൃത്യം പറഞ്ഞു. അവൻ കള്ളനായിരുന്നുകൊണ്ടും പണസഞ്ചി അവൻ്റെ കയ്യിലായിരുന്നുകൊണ്ടും അതിൽ വീഴുന്നിൽ നിന്ന് അവൻ എടുത്തിരുന്നതുകൊണ്ടും അവൻ അങ്ങനെ പറഞ്ഞതാണ്. അതിന് വലിയ വിലയൊന്നും ആരും കൊടുത്തില്ല, ഇന്നും കൊടുക്കുന്നുമില്ല. ഒഴിച്ചു കളഞ്ഞ ജീവിതങ്ങളായിരിക്കുന്ന എല്ലാ സന്യാസ പൗരോഹിത്യ സാന്നിധ്യങ്ങൾ ഇവിടെ ഉള്ളവർ ഈ സമൂഹത്തിന് വേണ്ടി ഒഴിച്ചു കളഞ്ഞവരാണ്. ഈ സമൂഹത്തിൽ സുഗന്ധം വരുത്താൻ വേണ്ടി തങ്ങളുടെ ജീവിതം സമർപ്പിച്ചവരാണ്. സമർപ്പിതരെന്നാണല്ലോ സിസ്റ്റേഴ്സിനെ വിളിക്കുക. സമർപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. യേശുക്രിസ്തുവിനെ സമർപ്പിതരാണ് സുഗന്ധം വരുത്താനായിട്ട്. സുഗന്ധം വരുത്തിക്കൊണ്ട് നമ്മുടെ സന്യാസത്തെ നമ്മൾ കളർഫുള്ളാക്കുക എന്നുള്ളതാണ് നമ്മുടെ ചലഞ്ച്. ഹേസ്ലെറ്റിനത് പറ്റി. ആരും കുറ്റം പറഞ്ഞില്ല, ആരും പരിഭവം പറഞ്ഞില്ല, ആരും കാര്യമായിട്ട് ആരോപണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ പരിമളം പരത്തുക എന്നുള്ള ഒരു ലാസ്റ്റ് ഒരു ദൗത്യം കൂടി അമ്മ നമ്മൾ ഏൽപ്പിച്ചിട്ട് പോവുകയാണ് ചെയ്തത്. ക്ലാസ്സിൽ പരിമളം പരത്തി, ഇടവകയിൽ പരിമളം പരത്തി, കമ്മ്യൂണിറ്റിയിൽ പരിമളം പരത്തി, മദർ സുപ്പീരിയറായിട്ട് കൂട്ടത്തിൽ പരിമളം പരത്തി. അപ്പോൾ പരിമളം പരത്തുക എന്നുള്ള ദൗത്യമാണ് ഈ വലിയ ദിവസം നമ്മൾ ഓർമ്മിക്കേണ്ടത്. ഈ അമ്മയുടെ അല്ലെങ്കിൽ ഈ കൊച്ചിൻ്റെ വേർപാടിൽ ദുഃഖിതരായിരിക്കും നമുക്കെല്ലാം ഉള്ള ചിന്തയെന്ന് ഞാൻ വിചാരിക്കുക. പ്രിയപ്പെട്ട അപ്പച്ചനോടും കുടുംബാംഗങ്ങളോടും ആശ്വാസം പറയാൻ വാക്കുകളൊന്നുമില്ല. സുവിശേഷം പറയുന്ന ഒരു കൊച്ചാശ്വാസം മാത്രം. യോഹന്നാൻ 14:1 മുതൽ വായിക്കാം. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവാൻ, എന്നിലും വിശ്വസിക്കുവാൻ. നിങ്ങൾക്ക് വഴിയൊരുക്കാനാണ് ഞാൻ പോകുന്നത്. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാനായിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. ഈ ഒരു വാക്കിലാണ് നമുക്ക് ഇഷ്ടക്കേട്. ഞാൻ വന്ന് കൂട്ടിക്കൊണ്ടുപോകും. എപ്പോഴാണ്? അവൻ്റെ സൗകര്യത്തിന്, നമ്മുടെ സൗകര്യത്തിനല്ല. ഇതൊന്ന് വിശ്വസിക്കാവോ? ഹേസ്ലെറ്റിന് 56 വയസ്സ് ദൈവം പറഞ്ഞു, സമയമായി പാവം വന്നു. അത് അപകടത്തിൻ്റെ രൂപത്തിലാണ് കൂട്ടിക്കൊണ്ടുപോയി. യെസ് ലോഡ് എന്ന് പറയാൻ നമുക്കെല്ലാം ശ്രമിക്കാം. നമ്മൾ പറയാം, ഇത്രയും എന്തോരം വർഷങ്ങൾ സേവനം ഉണ്ടായിരുന്നു, മിടുക്കിയല്ലായിരുന്നു, ഹെൽത്തി അല്ലായിരുന്നു, സമൂഹത്തിൽ വളരെ അറിയപ്പെട്ട ഒരു സിസ്റ്റർ അല്ലായിരുന്നു. ഇതെല്ലാം ശരി തന്നെ. ദ ലോഡ് വാണ്ടഡ് ടു ബി വിത്ത് ഹിം. ഇത് നമുക്കെന്നാ പറയാനിരിക്കുന്നത്? നമുക്കെന്നെ ചോദ്യോത്തരത്തിന് ഇവിടെ സ്കോപ്പില്ലല്ലോ. നമ്മളിപ്പോൾ പത്രം വായിക്കുന്ന കുട്ടികൾ കാരണന്മാരൊക്കെയുള്ള 50 കാര്യം മരിക്കുന്നു, 40 കാര്യം മരിക്കുന്നു, 10 കാര്യം മരിക്കുന്നു, ഉദരത്തിൽ മരിക്കുന്നു. ഇതെല്ലാം നമ്മൾ കാണുന്നു. യെസ് എന്ന് പറയാനുള്ള ഒരു വിശ്വാസം. അതുകൊണ്ട് കർത്താവ് ആദ്യം പറഞ്ഞത് നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട. പിന്നത്തെ പോയിൻ്റ് എന്നാ?
ഈ ദൈവത്തിൽ വിശ്വസിക്കുക, എന്നിലും വിശ്വാസമാണ് ഇതിനുള്ള ഉത്തരം. വേറൊരു ഉത്തരം ഇതിന് ആർക്കും തരാനില്ല. ഒരു ശാസ്ത്രജ്ഞനും തരുകയില്ല, ഒരു പുരോഹിതനും തരാനില്ല, ഒരു സയൻറ്റിസ്റ്റും തരാനില്ല. നമ്മുടെ ഉത്തരം എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി ആവശ്യമുള്ളതെല്ലാം നമുക്ക് തന്നോളും. ജീവിക്കുന്നവരായ നമുക്ക് പൗലോസപ്പോസ്തലൻ്റെ ആശ്വാസം ഇതാണ്: എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്കെല്ലാം തരും, വീടുകാർക്കെല്ലാം തരും, ഈ സന്യാസ സമൂഹത്തിനെല്ലാം തരും, കൂട്ടുകാരന്മാരായ യുവജനങ്ങൾക്ക് തരും, നിങ്ങൾക്ക് ദൈവം തരും. ആ ഒരു ബലത്തിൽ നമുക്ക് ഈ വചന സന്ദേശം അവസാനിപ്പിക്കാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. നീതിമാൻ്റെ ആത്മാവ് ദൈവകരങ്ങളിലാണ്, ഒരു ഉപദ്രവവും അവരെ സ്പർശിക്കുകയില്ല എന്നാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകം 3:1 പറയുക. അതാണ് സമാപനം. നീതിമാൻ്റെ ആത്മാവ് ദൈവസന്നിധിയിൽ സേഫ് ആൻഡ് സൗണ്ടാണ്. ഈ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാം. കുറവുകളും പോരായ്മകളുള്ള ജീവിതമാണല്ലോ എൻ്റെയും നിങ്ങളുടേതും. ആ കുറവുകളെല്ലാം ദൈവസന്നിധിയിൽ ബലികർപ്പണത്തിലൂടെ, സന്യാസഭവനത്തിലെ പ്രാർത്ഥനകളിലൂടെ, കബറിങ്ങിലുള്ള ശുശ്രൂഷകളിലൂടെ, തുറന്നു വരുന്ന സമാപന ശുശ്രൂഷകളെല്ലാം ദൈവം ഈ പാവനാത്മാവിന് നിത്യശാന്തി നൽകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട ഇഗ്നേഷ്യസ് അപ്പച്ചനെയും സഹോദരങ്ങളെയും സിസ്റ്ററിനെയും പ്രത്യേകിച്ച് ഈ കമ്മ്യൂണിറ്റിയിലെ അമ്മമാരെയും സഹോദരിമാരെയും ഈ സമൂഹത്തിൻ്റെ പ്രൊവിൻഷ്യൽ കൊച്ചുറാണി സിസ്റ്ററിനെയും എല്ലാവരുടെയും പേരുള്ള അനുശോചന പ്രാർത്ഥന അറിയിക്കുന്നു. ബലിയർപ്പിച്ച് ഈ ആത്മാവിൻ്റെ നിത്യശാന്തിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.